നമസ്കാരം, VMTV ന്യൂസിലേക്ക് സ്വാഗതം. ഗവർണർ സർക്കാർ പോരിന്റെ പുതിയ പോർമുഖമായി ഇടുക്കി. LDF പ്രതിഷേധങ്ങൾക്കിടയിലും തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ പങ്കെടുക്കുമെന്ന് ആവർത്തിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഗവർണർക്കെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം നടക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത സുരക്ഷയാണ് ഒരുക്കുന്നത്. വ്യാപാരികൾ നടത്തുന്ന കാരുണ്യ പരിപാടിയിലാണ് താൻ പങ്കെടുക്കുന്നതെന്നും ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ബില്ലുകൾ പിടിച്ചുവെക്കുന്നതായുള്ള ഗവർണർക്കെതിരെയുള്ള ആരോപണത്തിനും ഗവർണർ മറുപടി നൽകിയിട്ടുണ്ട്. LDF പ്രതിഷേധങ്ങൾക്കിടെ ആരിഫ് മുഹമ്മദ് ഖാൻ കനത്ത സുരക്ഷയിൽ രാവിലെ തൊടുപുഴയിലെത്തും. 11 മണിക്കാണ് പരിപാടി. അതേസമയം ഭൂപതിവ് ബില്ലിൽ ഒപ്പിടാത്ത ഗവർണർക്കെതിരെ LDF ഇടുക്കിയിൽ ആഹ്വാനം ചെയ്ത ഹർത്താൽ തുടങ്ങി. നിയമസഭ പാസാക്കിയ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുമുന്നണി ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. രാജ്ഭവനിലേക്ക് 10,000 കർഷകരെ അണിനിരത്തിയുള്ള LDFന്റെ മാർച്ചും ഇന്ന് രാവിലെ നടക്കും. 10,000 കർഷകരെ അണിനിരത്തുന്ന രാജ്ഭവൻ മാർച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. LDF കൺവീനർ, ഘടകകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. ഇടുക്കിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ മാർച്ചിൽ ഗവർണർ പങ്കെടുക്കുമ്പോഴാണ് കർഷകരുടെ രാജ്ഭവൻ മാർച്ച്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടുക്കി സന്ദർശനത്തിൽ സുരക്ഷാ വീഴ്ച ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാൻ കർശന നിരീക്ഷണങ്ങളാണ് പോലീസ് നടത്തുന്നത്. ഗവർണറെ CPM യുവജന വിദ്യാർത്ഥി സംഘടനകൾ തടയാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ യാത്രാവഴിയടക്കം പോലീസ് രഹസ്യമാക്കി വെക്കും. ഗവർണറുടെ യാത്രാവഴിയിൽ എല്ലാം കർശന സുരക്ഷയും ഒരുക്കും. ഇടുക്കിയിലെ ജനങ്ങളെ വെല്ലുവിളിക്കാനാണ് ഗവർണർ എത്തുന്നതെന്ന് CPM ആരോപിച്ചിട്ടുണ്ട്. ഭൂമി ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതിനെതിരെ ചൊവ്വാഴ്ച ഇടതുമുന്നണി ഇടുക്കി ജില്ലാ കമ്മിറ്റി രാജ്ഭവൻ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് ഇടുക്കി ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിരിക്കുന്നത്. ഭൂപതിവ് ഭേദഗതി ബിൽ സംബന്ധിച്ച് ഒട്ടേറെ നിവേദനങ്ങൾ ലഭിച്ചതായും 3 തവണ സർക്കാരിനെ ഇക്കാര്യം ഓർമ്മിപ്പിച്ചതായും ഗവർണർ വ്യക്തമാക്കി. നിവേദനം നൽകിയവർക്ക് മറുപടി നൽകാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും ഗവർണർ പറഞ്ഞു. തന്നെ സമ്മർദ്ദത്തിലാക്കി തീരുമാനമെടുപ്പിക്കാമെന്ന് ആരും കരുതേണ്ട. സ്ഥാപിത താൽപര്യങ്ങൾക്ക് വഴങ്ങില്ല. നിയമപരമായി മാത്രമേ പ്രവർത്തിക്കൂവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ബ്ലഡി കണ്ണൂർ എന്ന് താൻ പറഞ്ഞിട്ടില്ല. ബ്ലഡി പൊളിറ്റിക്സ് എന്നാണ് താൻ പറഞ്ഞത്. കണ്ണൂരിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയാണ് താൻ വിമർശിച്ചതെന്നും ഗവർണർ പറഞ്ഞു. ഗവർണർ തന്ത്രപൂർവ്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുകയായിരുന്നു. MM മണിയും CPM ജില്ലാ സെക്രട്ടറിയും ഗവർണറെ അധിക്ഷേപിച്ച് തന്നെ രംഗത്തു വന്നു. കോഴിക്കോട് ഗവർണർ സന്ദർശനം വലിയ തോതിൽ ചർച്ചയായിരുന്നു. മിഠായി തെരുവിലും മറ്റും പോയി ഗവർണർ ജനങ്ങളുടെ അടുത്തിടപഴകി. ഇതൊഴിവാക്കാൻ കൂടി വേണ്ടിയാണ് CPM ഇടുക്കിയിൽ ഹർത്താൽ ആഹ്വാനം ചെയ്തതെന്നും സൂചനയുണ്ട്. ഗവർണർ കർഷകരെ വെല്ലുവിളിക്കുന്നുവെന്ന ആരോപണവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും രംഗത്തെത്തിയിരുന്നു. കർഷകരുടെ ആശങ്ക പരിഹരിക്കാനാണ് ഗവർണർ ശ്രമിക്കേണ്ടത്. കർഷകർ രാജ്ഭവനിൽ പ്രതിഷേധിക്കുന്ന ദിവസം ഗവർണർ ഇടുക്കിയിലേക്ക് പോകുന്നത് വെല്ലുവിളിയാണ്. എല്ലാവരോടും വെല്ലുവിളിയുടെ സ്വരമാണ് ഗവർണർക്കെന്നും ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. എന്നാൽ ഇടതുമുന്നണി നടത്തുന്നത് അനാവശ്യ ഹർത്താൽ എന്ന് ഡീൻ കുര്യാക്കോസ് MP ആരോപിച്ചു. CPM വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുന്നു. കൂടുതൽ പ്രകോപനമുണ്ടായാൽ പരസ്യ പ്രസ്താവന നടത്തിയേക്കുമെന്നും ഡീൻ അറിയിച്ചു. ഇത് CPMന് തിരിച്ചടിയായി. ഇതോടെ ഗവർണറെ തടയില്ലെന്ന് CPM പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ സംഭവിച്ചാലും ഗവർണർ പേടിച്ച് പിന്നോട്ട് പോകില്ലെന്ന കാര്യം വ്യക്തമാണ്.